മാസപ്പടി കേസിൽ ഇഡി സമൻസിൽ ഹാജരാകാതെ സിഎംആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ ഇന്ന് ഹാജരാകാൻ സിഎംആറിൽ പ്രതിനിധികൾക്ക് സമൻസ് ലഭിച്ചിരുന്നു. സാമ്പത്തിക ഇടപാട് രേഖകളുമായി ഹാജരാകാനാണ് സിഎംആറിൽ ഫിനാൻസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരുന്നത്. എക്സാലോജിക്കിനും ഉടൻ സമൻസ് നൽകും. മാസപ്പടി കേസിൽ അന്വേഷണം ഊർജിതമാക്കിയായിരുന്നു ഇഡി സിഎംആറിന് സമൻസ് നൽകിയിരുന്നത്. നേരത്തെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മാർച്ച് അവസാനമാണ് ECIR രജിസ്റ്റർ ചെയ്തത്. ചോദ്യം ചെയ്യലുകളുടെ ആദ്യപടിയായാണ് സിഎംആറിൽ പ്രതിനിധികൾക്ക് ഇന്ന് ഹാജരാകാൻ സമൻസ് കൈമാറിയിരുന്നത്. സിഎംആറിൽ എക്സലോജിക് പണമിടപാടുകളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. രണ്ട് കമ്പനികളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളുമായി എത്താനായിരുന്നു നിർദ്ദേശം. രേഖകൾ ഹാജരാക്കാത്ത സാഹചര്യത്തിൽ ഇഡി തുടർ നടപടികളിലേക്ക് കടക്കും. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട സിഎംആർ 1,72,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സലോജിക്കിന് കൈമാറിയത്. IT സേവനത്തിന്റെ പ്രതിഫലമെന്നാണ് രേഖകളിൽ ഉള്ളതെങ്കിലും IT സേവനങ്ങളൊന്നും കമ്പനി സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പണമിടപാടിൽ സിഎംആറിൽ കൂടുതൽ വ്യക്തത വരുത്തണം. സിഎംആറിൽ പ്രതിനിധികൾക്കൊപ്പം എക്സലോജിക്കിനും ഉടൻ സമൻസ് നൽകും. വീണ വിജയനോ മറ്റ് കമ്പനി പ്രതിനിധികളോ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും. KSIDC ഉദ്യോഗസ്ഥരുടെ മൊഴിയും ഇഡി രേഖപ്പെടുത്തും. സിഎംആറിന്റെ അക്കൗണ്ടുകളിൽ 2016-നും 2019-നും ഇടയിൽ 135 കോടി രൂപയുടെ വ്യത്യാസം ആദായ നികുതി വിഭാഗം കണ്ടെത്തിയിരുന്നു. ഈ തുക എങ്ങനെ ചെലവഴിക്കപ്പെട്ടു എന്നതിലും മറുപടി നൽകണം. എക്സലോജിക്, സിഎംആർഎൽ, KSIDC എന്നിവയാണ് ഇഡിയുടെ അന്വേഷണ പരിധിയിലുള്ളത്. മാസപ്പടിയിൽ SFIO അന്വേഷണവും പുരോഗമിക്കുകയാണ്. ജനം, കൊച്ചി.